ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. നാണില്ലാത്തവൻ അവളി അവനൊരു ത്തിനുള്ളിൽ അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. എന്തായാലും അവിടെ കാത്തിരിക്കാന്ന് വെച്ച് വൈദേഹി ജീവന്റെ ക്യാബിനിലേക്ക് സ്വാതന്ത്ര്യത്തോടെ കയറി. അന്ന് വന്ന പോലെയല്ല, ക്യാബിൻ നന്നായിട്ടൊന്നും പുതുക്കിയിട്ടുണ്ട്. ടേബിളും കസേരകളും സെയിലായി ചെറിയൊരു സോഫ സെറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇന്ന് എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, ജീവനെ തന്റെ വരുതിൽ വരുത്തിയേ പറ്റൂ. ബലിക്ക് സമയമായിക്കൊണ്ടിരിക്കുന്നു. മനസ്സിൽ ഓരോ കാര്യങ്ങൾ കണക്കൂട്ടി വൈദേഹി ഇരുന്നു. അരമണിക്കൂർ തികഞ്ഞില്ല, അതിനുമുമ്പ് ജീവൻ അങ്ങോട്ടേക്ക് എത്തി. ജോലിക്കാർ പറഞ്ഞ് വൈദേഹി ക്യാബിൻ്റെ ഉള്ളിലുണ്ടെന്ന് ജീവൻ പുറത്തു വെച്ച് അറിഞ്ഞിരുന്നു. വരുത്തി തീർത്ത പരിഭവമായിട്ടാണ് ജീവൻ അങ്ങോട്ട് കയറിയത്. ജീവനെ കണ്ട ഉടനെ വൈദേഹി ചാടി എഴുന്നേറ്റു. സോറി ജീവ, ഞാൻ ഇങ്ങനെയൊന്നാവുമെന്ന് വിചാരിച്ചില്ല. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും ജീവനാവുന്ന മൈൻഡ് ചെയ്യാത്ത പോലെ നിന്നു. ജീവ പ്ലീസ് എന്നോടൊന്നും മിണ്ട്, എന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. വൈദേഹി പിന്നെയും പറഞ്ഞപ്പോൾ ജീവന് രസം പിടിച്ചു. വേണ്ട, നീ എന്നോട് ഇനി ഒന്നും പറയേണ്ട വൈദേഹി. ഞാൻ എത്രയോ തവണ പറഞ്ഞ അങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന്, എന്നിട്ട് നീ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയതല്ലേ. മുഖത്ത് പരിഭവവും ഉള്ളിൽ ചിരിയുമായി ജീവൻ പതിയെ പറഞ്ഞു. അത് പറഞ്ഞിട്ടും പിന്നിൽ നിൽക്കുന്നവളൊന്നും മിണ്ടാതെയായപ്പോൾ ജീവൻ തിരിഞ്ഞു നോക്കി. ജീവൻ തിരിഞ്ഞ നിമിഷം തന്നെ വൈദേഹി അവന്റെ രണ്ട് കവിളുകളിലും തന്റെ കൈകൾ പൊതിഞ്ഞു പിടിച്ച് അവന്റെ ചുണ്ടുകളോട് തന്റെ ചുണ്ടുകൾ ചേർത്തു. അവളുടെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ ജീവൻ മിഴിച്ചു നിന്നുപോയി. വൈദേഹി തന്റെ ചുണ്ടുകൾ നുകർന്നെടുത്തു തുടങ്ങിയപ്പോൾ ആദ്യത്തെ ആമ്പരപ്പ് മാറി ജീവന്റെ കൈകൾ അവളെ ഉടലാകെ പൊതിഞ്ഞു പിടിച്ചു. രണ്ടാളും പരസ്പരം ആർത്തിയോടെ ചുംബിച്ചുകൊണ്ടിരുന്നു. ജീവന് അതൊരു പുതിയ അനുഭവമായിരുന്നു. ഇതുവരെ അവളിൽ നിന്നും കിട്ടാത്തത്, ഇതുവരെ അറിയാത്തത്. വൈദേഹി ആർത്തിയോടെയാണ് തന്നെ ചുംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ആവണിയെ താൻ കടന്നു പിടിക്കുമ്പോൾ അവൾ വെറുപ്പ് കാണിക്കുന്നോ അല്ലെങ്കിൽ പേടിച്ചുകൊണ്ട് നിന്നിരുന്നോ അല്ലാതെ ഇങ്ങനെ ഒരു അനുഭവം അവളിൽ നിന്നുണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല. എന്തൊക്കെയോ വികാരത്താൽ ശരീരമാകെ വെട്ടിവറക്കുന്നുണ്ടെങ്കിലും ഒരു ചുംബനത്തിൽ തീരുമെന്നായിരുന്നു ജീവൻ വിചാരിച്ചിരുന്നത്. എന്തിനെങ്കിലും താൻ മുൻകൈയെടുത്താൽ വൈദേഹി കോപിക്കുമോ എന്നൊരു ഭയവും. പക്ഷെ വൈദേഹിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. ആവേശത്തോടെ അവൾ ജീവനെയും കൊണ്ട് ക്യാബിനുള്ള സോഫയിലേക്ക് കെട്ടിമറിഞ്ഞു വീണു. രണ്ടാളുടെയും ഉടലുകൾക്ക് തീപിടിച്ചു. ആർത്തിയോടെ ശരീരങ്ങൾ തമ്മിൽ ഉരഞ്ഞു. പരസ്പരം ഒന്ന് ചേരലിന് തടസ്സമായി തീർന്ന വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയത് വളരെ പെട്ടെന്നാണ്. വൈദേഹിയുടെ കനത്ത പട്ടുസാരി പുഷ്പം പോലെ ജീവൻ പറിച്ചെറിഞ്ഞു. വൈദേഹിയാണെങ്കിൽ അവനെ നോക്കി വശ്യമായി പുഞ്ചിരിച്ച് തന്നിലേക്ക് അവനെ ഒന്നുകൂടെ അടുപ്പിച്ചു. അവളുടെ ഉടലഴക് കണ്ടവൻ മതിമറന്നുപോയി. ചുറ്റുമുള്ള ലോകമെല്ലാം മറന്ന് പരസ്പരം അവർ അറിഞ്ഞു തുടങ്ങി. വൈദേഹിക്ക് ആദ്യ അനുഭവമായിരുന്നെങ്കിലും ജീവന് വൈദേഹി ഒരു അത്ഭുതമായിരുന്നു. പരസ്പരം മതിവരുവോളം വന്യമായി അവർ അറിഞ്ഞു തുടങ്ങി. സമയം കുറേയേറെ കടന്നുപോയി. ഒരു നൂലിഴയുടെ പോലും ബന്ധനമില്ലാതെ രണ്ടാളും തളർന്നു പുണർന്നു കിടക്കുകയായിരുന്നു. അന്നേരമാണ് പുറത്തുനിന്നൊരു കൊട്ട് കേട്ടത്. വൈദേഹി എഴുന്നേൽക്ക്, ആരോ വിളിക്കുന്നുണ്ട്. ജീവനാളെ പതിയെ വിളിച്ചു. എന്താ ജീവ ഇത്, കുറച്ചു നേരം കൂടെ. എഴുന്നേൽക്കാൻ മടി പിടിച്ച് വൈദേഹി അവനൊന്നുകൂടെ കെട്ടിപ്പുണർന്നു. ഒന്നുകൂടി അവളിലേക്ക് ചേരാൻ ആഗ്രഹമുണ്ടെങ്കിലും സാഹചര്യമോർത്ത് ജീവൻ അത് വേണ്ടെന്ന് വെച്ചു. ഇനിയും അവസരങ്ങൾ ഒരുപാട് കിടക്കുകയല്ലേ. അവൻ കള്ളച്ചിരിയോടെ ഓർത്തു. വൈദേഹി, നമ്മൾ കുറേ നേരം ഇതിനുള്ളിലേക്ക് കയറിയിട്ട് ആർക്കെങ്കിലും സംശയം തോന്നും. ഇനിങ്ങനെ ഇടയ്ക്കൊക്കെ നമുക്ക് കൂടാലോ. കൊതി തീരാതെ ജീവൻ അവളുടെ കഴുത്തിലേക്ക് മുഖമമർത്തി. വൈദേഹിയിൽ നിന്ന് ഏങ്ങുന്ന ശബ്ദം വന്നപ്പോൾ ജീവന്റെ സിരകളിൽ രക്തം ചൂടുപിടിച്ചു. ഒരു വട്ടം കൂടിയെന്ന് കരുതി ജീവൻ അവളെ ഒന്നാകെ പൊതിഞ്ഞു പിടിച്ചപ്പോൾ വൈദേഹി തന്നെ അവനെ പിടിച്ചു മാറ്റി. ശരിയാ ജീവ, ആർക്കെങ്കിലും സംശയം തോന്നും, പോവാ. അപ്പോഴത്തെ ജീവന്റെ മുഖഭാവം കണ്ട് വൈദേഹി ചിരി വരുന്നുണ്ടായിരുന്നെങ്കിലും അവളത് അടക്കി പിടിച്ചു. ജീവനെ നോക്കിയപ്പോൾ അവൻ പിണങ്ങിയ മട്ടിലിരിക്കുകയാണ്. ജീവ,
വൈദേഹി അവന്റെ മടിയിലേക്ക് കയറിയിരുന്ന് ജീവന്റെ കഴുത്തിലായി അവളുടെ പല്ലുകൾ ആഴ്ത്തി. നന്നായി വേദനിച്ചെങ്കിലും ജീവൻ അത് ആസ്വദിക്കുന്ന പോലെ ഇരുന്നു. ഇനി അടുത്തതാണ് നമ്മൾ കാണുന്നവരെ എന്നെ ഓർത്തിരിക്കാൻ കുഞ്ഞൊരു സമ്മാനം. കഴുത്തിലെ മുറിയിൽ വിരൽ കൊണ്ടമർത്തിയ വൈദേഹി പറഞ്ഞപ്പോൾ ജീവൻ അവൾ അടിമുടിയെന്ന് നോക്കി. സർ, പുറത്തുനിന്നും വിളി വന്നു. വൈദേഹിയുടെ ചുണ്ടലിൽ അമർത്തിയൊരു ചുംബനം കൂടെ കൊടുത്ത് ജീവൻ വേഗം ചാടി എഴുന്നേറ്റു. ആ ഡ്രസ്സുകൾ ധരിക്കുമ്പോഴേക്കും വൈദേഹി തന്നെ സാരി ചുറ്റിക്കഴിഞ്ഞിരുന്നു. ഒന്നും സംഭവിക്കാത്ത പോലെ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇന്ത്യയിലെ ഉറക്കിയാൻ വന്ന ആൾക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞ് ജീവൻ വീണ്ടും വൈദേഹിയുടെ അടുത്തേക്ക് വന്നു. ആൾ പോവാനായി കാറിലേക്ക് കയറുകയായിരുന്നു. ജീവനോടുള്ള പിണക്കൊക്കെ മാറിയില്ലേ? മാറാതെ പിന്നെ? വൈദേഹി ചിരിയോടെ കാർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയൊക്കെ പോവാണോ? ഇനി എന്ന് കാണും നമ്മൾ? മീശയൊന്ന് പിരിച്ച് ജീവൻ ചോദിച്ചപ്പോൾ വൈദേഹി വശ്യമായി പുഞ്ചിരിച്ചു. കാണാമല്ലോ. കള്ളച്ചിരിയോട് അതും പറഞ്ഞ് വൈദേഹി പോയപ്പോൾ ലോകം അടക്കി പിടിച്ചപ്പോഴുള്ള സന്തോഷമായി ജീവൻ നിന്നു. ഉച്ചയൂണും കഴിഞ്ഞ് രേണുകൊരു ഉറക്കത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പരമേശ്വരൻ വീട്ടിലില്ല. ബസിന്റെ കളക്ഷൻ വാങ്ങിക്കാനായി പോയിരിക്കുകയാണ്. സിദ്ധാർത്ഥും മേഘയും കൂടെ പുറത്തേക്ക് ഒരു സാധനങ്ങളൊക്കെ വാങ്ങാനായി പോയിരിക്കുന്നു. എന്താ ഉഷേ, പൈസ എന്തെങ്കിലും വേണോ? ഉഷ മുറിയുടെ വാതിൽക്ക് വന്ന് നിൽക്കുന്നു. ആഴ്ചയുടെ അവസാനമായതിനാൽ ഉഷയ്ക്ക് വീട്ടിലേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശമ്പളമൊക്കെ കൊടുത്തീർത്താണെങ്കിലും ഇനി കൂടുതലായി പൈസ എന്തെങ്കിലും വാങ്ങിക്കാനാണ് വന്നതെന്ന് വിചാരിച്ച് രേണുക ചോദിച്ചു. അയ്യോ വേണ്ട, ഞാനൊരു കാര്യം പറയാൻ. ഇങ്ങോട്ട് വായോ. ഉഷ പരിങ്ങി നിൽക്കുന്ന കണ്ടപ്പോൾ രേണുക അവരകത്തേക്ക് വിളിച്ചു. എന്താ ഉഷേ, എന്തായാലും പറഞ്ഞു. പരിഭ്രമത്തോടെ സാരിയുടെ തുമ്പ് കയ്യിൽ ചുറ്റിയും അഴിച്ചു നിൽക്കുന്നവളോട് അലിവോടെ രേണുക ചോദിച്ചു. പെട്ടെന്നാണ് ഉഷ ആർത്തലച്ച് കറിഞ്ഞ് രേണുകയുടെ കാലിലേക്ക് വീണത്. എന്നോട് ക്ഷമിക്കണം കുഞ്ഞെ, ഞാൻ നിങ്ങളോടൊരു തെറ്റ് ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കണം. എന്താ ഉഷേ, എന്തായാലും പറഞ്ഞു, നീ പേടിക്കണ്ട. തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് കാലിലേക്ക് വീണപ്പോൾ തന്നെ ഉള്ളിലൊരു പകപ്പ് തോന്നിയെങ്കിലും കാര്യം എന്താണെന്നറിയാൻ രേണുക ഉഷയെ എഴുന്നേൽപ്പിച്ച് സംയമനത്തോടെ ചോദിച്ചു. വൈദേഹി തന്റെ കയ്യിൽ ഒരു പൊടി തന്നു. അത് ഇന്നും മേഘയെ അറിയാതെ എന്തെങ്കിലും ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കാൻ പറഞ്ഞു. ഇന്നലെ രാത്രി വരെ താനത് മേഘ കൊടുത്തിരുന്നുവെന്നും വിക്കിയും വിറച്ചും കരഞ്ഞുമൊക്കെ ഉഷ രേണുകയോട് പറഞ്ഞു. ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഉഷ രേണുകയുടെ കാൽക്കിലേക്ക് വീണു. എല്ലാം കേട്ട് കഴിഞ്ഞതും രേണു ആകെ ഭയന്നുപോയി. വൈദേഹി ആള് ഭയങ്കരിയാണെന്ന് അറിയാമായിരുന്നു. എന്നാലും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു കളയുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുന്നേൽക്കടി. കാൽക്കൽ വീണെടുക്കുന്നവളെ നോക്കി രേണുകയുടെ ഭാവം മാറിയത് പെട്ടെന്നായിരുന്നു. രേണുകയുടെ മുഖത്തെ ദേഷ്യം കണ്ട് ഉഷ പേടിയോടെ എഴുന്നേറ്റ് നിന്നു. എന്റെ മോളെ കൊല്ലാൻ നോക്കുന്നോടി നീ. അതും പറഞ്ഞ് രേണുക ഉഷയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. എനിക്കൊരു അബദ്ധം പറ്റിയത്. അടിയിലൊന്നും ഉലഞ്ഞ ഉഷ വീണ്ടും കൈകൂപ്പിക്കൊണ്ട് നിന്ന് കരഞ്ഞു. ഇതാണോടി അബദ്ധം? ഇപ്പൊ അറിയിക്കോളൂ ഇവിടുന്ന്. ഇനി നിന്റെ ഒരു സഹായം ഇവിടെ വേണ്ട. മോളെ, ഇനി മേലാൽ ഞാനൊരു തെറ്റും ചെയ്യില്ല. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. മിണ്ടരുത്. നീ ചെയ്ത പ്രവൃത്തിക്ക് എല്ലാവരെയും വിളിച്ചുകൂട്ടി നിന്നെ പോലീസിൽ ഏൽപ്പിക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ലെന്ന് വെച്ച് സമാധാനത്തോടൊന്ന് പൊയ്ക്കോ. 10 മിനിറ്റ് ഞാൻ സമയം തരും. എടുക്കാളെടുത്ത് ഇവിടുന്ന് വേഗം സ്ഥലം വിട്ടോ. രേണു കുറയ്ക്കാലറിയപ്പോൾ ഉഷ വേഗം മുറി വിട്ട് ഓടി. ബുദ്ധിമാന്ദ്യമുള്ള 2 കുട്ടികളാണ് ഉഷക്കുള്ളത്. 4-5 കൊല്ലം മുമ്പ് ലോറി ഡ്രൈവറായിരുന്ന ഭർത്താവിന് അപകടം പറ്റി ഒരു കാലിനെയും കൈയുടെയും സ്വാധീനം നഷ്ടപ്പെട്ടു. ഇപ്പൊ ആൾക്ക് ലോട്ടറി വിൽപ്പനയാണ്. കുഞ്ഞുങ്ങളുടെ ചികിത്സക്കും ഭർത്താവിന്റെ ചികിത്സയ്ക്കും ഒക്കെയായി നല്ലൊരു തുക തന്നെ മാസം വേണം. അതുകൊണ്ടാണ് വീട്ടിൽ ദിവസം പോയി വരാൻ പറ്റാത്ത ദൂരമായിട്ടും മാസം നല്ല ശമ്പളം കിട്ടുന്ന കാരണം ഉഷ 7-ലെത്തി ജോലിക്ക് വന്ന്. വീട്ടിൽ ഉഷയുടെ അമ്മ മാത്രമേ ഉള്ളൂ. പ്രായത്തിന്റെ ആവശ്യതകളുള്ളവരാണ് ഉഷയുടെ ഭർത്താവിനെയും മക്കളെയും ഒക്കെ നോക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ ജോലിയും പോയി കിട്ടി. അതുകൂടാതെ രേണുകാരുടെയെങ്കിലും പറഞ്ഞാൽ ഇവിടെയുള്ളവർ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭീതിയും ഉഷയെ ഭരിച്ചു. ഓരോന്നോർത്ത് പേടിച്ചു വരച്ച ഉഷ ചായ്പിലായിരുന്ന തന്റെ ഡ്രസ്സുകൾ ഒതുക്കി വെക്കുന്ന നേരമാണ് കൈനിറയെ വിറകുകളുമായി സുജാത അങ്ങോട്ടേക്ക് വന്ന്. നീ ഇത് എവിടെയൊക്കെ ഇപ്പൊ വരാന്നും പറഞ്ഞ് പോയത്? അവിടെ കിടന്ന് ഞാൻ കുറെ വിളിച്ചു, കാണാതായപ്പോ ഇങ്ങോട്ടേക്ക് പോവാന്നാ. നീ ഇവിടെ എന്തെടുക്കാ ഉഷയെ? നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കാരണം ഉഷ സുജാതക്ക് മുഖം കൊടുക്കാൻ നിന്നില്ല. അല്ലേ, ഇതെന്ത് പരിപാടിയാ? ചോദിച്ചിട്ട് മിണ്ടാൻ നിൽക്കുന്നോ? എടി ഉഷേ. സുജാത വന്ന് ഉഷയെ പിടിച്ച് തിരിച്ചു നിർത്തി. അപ്പോഴാണ് കരയുന്ന ഉഷയുടെ മുഖം സുജാത ശ്രദ്ധിച്ച്. ആദ്യം കാര്യം ചോദിച്ചെങ്കിലും ഉഷ ഒന്നും വിട്ടു പറഞ്ഞില്ല. പിന്നെയും കുത്തി കുത്തി സുജാത ചോദിച്ചപ്പോൾ ഉഷ കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞു. കാര്യം കേട്ടപ്പോൾ വായിൽ തോന്നിയ ചീത്ത സുജാതയെ വിളിച്ചു പറഞ്ഞു. ഉഷ ഒന്നും മിണ്ടാന്ന് കരഞ്ഞതേയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് കുറച്ചാളായിട്ട് സംശയം ഉണ്ടായിരുന്നു. ഏത് നേരവും 2 ഒരു സ്വകാര്യം പറച്ചില്. ഇപ്പൊ എന്തായി? നിന്റെ ആ പൊടി കൊടുക്കൽക്കാരൻ ആ കൊച്ചിനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിന്റെ തലയിലാകുമായിരുന്നില്ലേ? ആ യക്ഷി സുഖമായിട്ട് കൈയൊഴുകയും ചെയ്യും. എന്നാലും ഭയങ്കരി, നിനക്കുണ്ടല്ലോ ഈ 2 മക്കള്. എങ്ങനെ നിനക്ക് ആ കുട്ടിയോട് ഇങ്ങനെ ക്രൂരത കാണിക്കാന്ന് എനിക്ക് തോന്നി? സുജാത നിർത്താൻ പാവമില്ലാതെ ചീത്തോളി തുറന്നപ്പോൾ ഉഷ സുജാതയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നോട് പൊറുക്കണം ചേച്ചി. കുറച്ച് കാശ് കിട്ടിയപ്പോൾ ഞാൻ എല്ലാം മറന്നുപോയി. ഇനി ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യില്ല. ചേച്ചി രേണുകമോളോട് സംസാരിക്കുകയോ? ഒന്ന് പോയടി അവിടുന്ന്. ഇമാതിരി പണിയും ചെയ്തു വെച്ചിട്ട് നിനക്കൊക്കെ വേണ്ടി സംസാരിക്കാനോ? അതും ഞാൻ. സുജാത കൂടി കൈയൊഴിഞ്ഞപ്പോൾ ഉഷ നെഞ്ചുപൊട്ടി കരഞ്ഞു. ഇതൊക്കെ നീ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞാണോടി?
ചായ്പിന്റെ വാതിൽക്കൽ നിന്നും ഒരു ശബ്ദം. രേണുകയാണ്. അവർ കുറച്ചു നേരമായി ആ വാതിൽക്കൽ നിൽക്കുന്നു. സുജാത ഉഷയും പറയുന്നെല്ലാം അവർ കേൾക്കുകയും ചെയ്തു. ഒരു പ്രതീക്ഷ കിട്ടിയെന്ന പോലെ ഉഷ അവരുടെ അടുത്തേക്ക് ഓടി. ആ മോളെ, സത്യം, ഞാനിനി ആർക്കും ഒരു ദ്രോഹവും ചെയ്യില്ല. തൽക്കാലം നീ ഇവിടെ നിന്നു. പക്ഷേ ഇനി എന്തെങ്കിലും നീ ചെയ്തെന്നറിഞ്ഞാൽ ഇതായിരിക്കില്ല നിന്റെ അവസ്ഥ. ഒരു ദയയില്ലാതെ നിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. മനസ്സിലായോ? മനസ്സിലായി. ജോലി തിരിച്ചിട്ടിയ ആശ്വാസത്തിൽ ഉഷ ചിരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, ഈ കാര്യം ഞാൻ അറിഞ്ഞെന്ന് നീ അവളോട് പറയരുത്. പിന്നെ ആ പൊടി ഇപ്പോഴും കൊടുക്കുന്നുണ്ടെന്ന് അവളോട് പറഞ്ഞേക്കണം. ശരി, പറഞ്ഞോളാം. രേണുക പറഞ്ഞ ഉഷ സമ്മതിച്ചു കൊടുത്തു. അവൾ തന്ന സാധനം എടുക്ക്, അതിന് എന്റെ കയ്യിലിരിക്കട്ടെ. രേണുക പറഞ്ഞപ്പോൾ ഉഷ വേഗം ആ പൊടി രേണുകയുടെ കയ്യിലേക്ക് കൊടുത്തു. രേണുക വേഗം അത് തന്റെ സാരി തലപ്പിലേക്ക് കെട്ടിയിട്ടു. ഇങ്ങനെ ദ്രോഹം ചെയ്ത ഉഷയെ വീണ്ടും നിർത്താൻ താല്പര്യം ഉണ്ടായിട്ടല്ല, വേറെ പലതും മനസ്സിൽ കണ്ടിട്ടാണ് രേണുക അങ്ങനെ ചെയ്ത്. ഇനിയും സിദ്ധാർത്ഥിനെയും മേഘയെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. അവർ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ചെന്നൈക്ക് രണ്ടാളോടും തിരിച്ചു പോകാൻ പറയണം. അത് കഴിഞ്ഞിട്ട് വേണം വൈദ്യയോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ. സീതുള്ളപ്പോൾ അത് നടക്കില്ല. എങ്ങാനും അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകെ പ്രശ്നം ഉണ്ടാക്കും. വൈദ്യയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായാൽ സിദ്ധാർത്ഥിന്റെയും മേഘയുടെയും സമയം തീരെ ശരിയല്ല. കഴിവതും പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് പണിക്കർ പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോ ഈശ്വര കടാക്ഷം കൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ അറിയാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ അവരെങ്ങനെയും മേഘമോളെ ഇനി ഉപദ്രവിച്ചേനെ. പണിക്കർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതാണ്ട് സത്യമായി വരുന്നുണ്ടെന്ന് രേണുക്ക് മനസ്സിലായി. ആശുപത്രിയിൽ ചെക്കപ്പ് കഴിഞ്ഞിറങ്ങിയായിരുന്നു ആവണി. ജീവനോട് 4-5 ദിവസമായി പറയുന്നു ഹോസ്പിറ്റലിൽ ഒന്ന് പോകണമെന്ന്. പക്ഷേ ജീവൻ അത് കേട്ടതായി പോലും ഭാവിക്കുന്നില്ല. ജിനിയാള് പറഞ്ഞ് ചേട്ടനെയും കാത്തിരിക്കേണ്ട, തനിച്ച് ഹോസ്പിറ്റലിൽ പോയിക്കോളാം, കൂട്ടിന് അവളും വരാമെന്ന് പറഞ്ഞു. പക്ഷെ അവൾ കൊച്ചു പെൺകുട്ടിയല്ലേ, മുതിർന്നവരാരും കൂടെയില്ലാതെ എങ്ങനെ പോയെന്ന് വെച്ച് മനസ്സില്ലാ മനസ്സോടെയാണ് അവൾ തന്റെ അമ്മയെ വിളിച്ച്. ഹേമ അപ്പോൾ തന്നെ വരാമെന്നും പറഞ്ഞു. ഗൈനക്കോളജിസ്റ്റിനെ ബുക്ക് ചെയ്ത ഹേമ തന്നെയാണ്. രാവിലെ പോയവർ ഉച്ച കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്നും പോകുന്നത്. ആവണിക്ക് വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു. സമയം വൈകിയത് കാരണം ഇനി വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാൽ മതി എന്ന് ഹേമ പറഞ്ഞെങ്കിലും ആവണി കൂട്ടാക്കിയില്ല. വീട്ടിൽ ചെന്നാൽ വന്നു കയറുടനെ തിന്നാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സുമതി തുടങ്ങും. ഹേമയാണെങ്കിൽ മുള്ളിമേ നിൽക്കുന്ന പോലെയാണ് നിന്നിരുന്നത്. രാവിലെ പോകുന്നതാണ്. ഇത്ര നേരം വൈകുമെന്ന് അറിയില്ലായിരുന്നു. വസന്തം വീട്ടിൽ വന്നിട്ട് 3 വിളി കഴിഞ്ഞു. ഹേമ ചെന്ന് ചോറെടുത്ത് കൊടുക്കാതെ വസന്തന്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല. അമ്മ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ബസ് കയറി പോയിക്കോളാം. ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു ഹോട്ടലിലേക്ക് തനിയെ കയറിക്കൊണ്ട് ആവണി പറഞ്ഞു. പോകണോ എന്ന് ഓർത്തിരുന്നെങ്കിലും വസന്തന്റെ ചീത്ത വിളി ഓർത്തപ്പോൾ ഹേമ വീട്ടിലേക്ക് തിരിച്ചുപോയി. ആവണിയാണെങ്കിൽ നാളുകൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും തുടങ്ങി. ആവണി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മുന്നിൽ വന്നിരുന്ന ആളെ അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. മുഖമുയർത്തി നോക്കിയപ്പോൾ വളരെ പരിചിതമായ ആ മുഖം കണ്ട് ആവണി ഞെട്ടിപ്പോയി. ഭക്ഷണം ഇറക്കാനാവാതെ വായിൽ അങ്ങനെ തന്നെ ഇരുന്നു പോയി. ആവണി കഴിച്ചോ, ഞാൻ കണ്ടപ്പോൾ വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. വിനീതായിരുന്നു അത്. അവനും അവളുടെ കണ്ണുമിഴിച്ചുള്ള ഇരിപ്പും പാടൊക്കെ കണ്ടപ്പോൾ വിളിച്ചത് അബദ്ധമായെന്ന് തോന്നിപ്പോയി. ആവണിക്കാണെങ്കിൽ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരാൻ തന്നെ കുറച്ച് സമയമെടുത്തു. ഇനി ഒരിക്കലും കാണാൻ കഴിയുമെന്ന് തന്നെ വിചാരിച്ചതല്ല. അവൾ വിനീതിനെ അടിമുടി നോക്കി. പോലീസ് യൂണിഫോമിലാണ്. ആദ്യത്തെക്കാളും കുറച്ച് തടിച്ചു. എപ്പോൾ കാണുമ്പോഴും ചെറുതായി ഉണ്ടായിരുന്ന താടി മാറ്റി ഇപ്പോൾ കട്ടിയിൽ മീശ മാത്രമേ ഉള്ളൂ. വിനീതേട്ടാ. എങ്ങനെയോ വായുള്ള ഭക്ഷണം ചവച്ചിറക്കി അവൾ പതിയെ വിളിച്ചു. ഞാൻ വിചാരിച്ചു ആവണിക്ക് എന്നെ മനസ്സിലായില്ലെന്ന്, എന്നെ മറന്നുപോയെന്ന്. വിഷാദം നിറഞ്ഞൊരു പുഞ്ചിരിയോടെ വിനീത് പറഞ്ഞപ്പോൾ ആവണിക്ക് വല്ലാത്ത സങ്കടം തോന്നി. വിളിച്ചപ്പോൾ കണ്ണുരുട്ടി താൻ നോക്കിയപ്പോൾ വിനീതേട്ടൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമോ എന്ന് അവൾക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് ഈ വേഷത്തിൽ കണ്ടപ്പോൾ നോക്കിയിരുന്നു പോയതാ, പിന്നെ ഇവിടെ വെച്ച് കാണാൻ തീരെ വിചാരിച്ചിരുന്നില്ല. ആൾ അതും പറഞ്ഞ് കഴിക്കുന്നിടന്ന് എഴുന്നേറ്റപ്പോൾ വിനീത അവളവിടെ തന്നെ പിടിച്ചിരുത്തി. അയ്യോ, എഴുന്നേൽക്കണ്ട, അവിടെ തന്നെ ഇരുന്നു. ഞാനിവിടേക്ക് വന്നിട്ട് 1 മാസത്തോളായി. ഉച്ചക്ക് ഭക്ഷണം പറഞ്ഞിരിക്കുന്ന ഇവിടെ, അത് വാങ്ങിക്കാൻ വേണ്ടി വന്നാ. അപ്പോഴാ ആവണി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആൾക്ക് വല്ലാത്ത ജാളിയത് തോന്നി. ഒറ്റയ്ക്കൊരു ഹോട്ടൽ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടപ്പോൾ വിനീതേട്ടന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാകുമോ? ആവണി കഴിക്കുക, ഞാൻ ഭക്ഷണം വാങ്ങിയിട്ട് വരാം. ആൾ സ്വസ്ഥമായി കഴിച്ചോട്ടെ എന്ന് കരുതി വിനീത് കൗണ്ടറിന് അരികിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനുള്ള ഭക്ഷണവും കിട്ടി. അവനതുമായി വീണ്ടും ആവണിയുടെ അരികിലേക്ക് തന്നെ വന്നു. അപ്പോഴേക്ക് അവൾ കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റിരുന്നു. ഭക്ഷണത്തിന്റെ പൈസയും കൊടുത്ത് രണ്ടാളും പുറത്തേക്ക് ഇറങ്ങി. ഞാനിവിടെ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്ന വിനീതേട്ടാ, ഒത്തിരി ലേറ്റായി പോയി. അമ്മയുണ്ടായിരുന്നു. നേരം വൈകിയപ്പോൾ അമ്മ പോയി. വീട്ടിലേക്ക് ചെന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച, പക്ഷെ ആകെ തളർന്നു പോയപ്പോൾ ഇങ്ങോട്ടേക്ക് കയറിയതാ. വയറ്റിലുള്ള ആൾ സമ്മതിക്കുന്നില്ല. ആവണി പറഞ്ഞു കേട്ടപ്പോൾ വിനീതിന്റെ കണ്ണുകൾ വിടർന്നു. ആണോ, ആവണിക്ക് വിശേഷമുണ്ടോ? അവനറിയാതെ തന്നെ കണ്ണുകൾ അവിടെ സാരിക്കടയിലൂടെ കാണുന്ന കുഞ്ഞു വയറിൽ വാത്സല്യത്തോടെ എത്തി നിന്നു. ഉണ്ട് വിനീതേട്ടാ, ഇപ്പൊ 2 മാസമായി. അവളും സന്തോഷത്തോടെ പറഞ്ഞു. ഹസ്ബൻഡ് നാട്ടിലില്ലേ? കല്യാണം തീരുമാനിച്ച സമയത്ത് തന്നെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൾഫുകാരനാണ് വരനെന്ന്. ആ ഒരു ഓർമ്മ വെച്ച് ചോദിച്ചാണ് അവൻ. ആ, നാട്ടിലുണ്ട്. ആള് ബിസിനസിന്റെ തിരക്കുകളൊക്കെ ആയിട്ട് ഇരിക്കുക. അതുകൊണ്ട് ഞാനിങ്ങ് പോന്നതാ. എങ്ങും തൊടാതെ മുഖത്ത് നോക്കാതെ ആവണി പറയുന്ന കണ്ടപ്പോൾ തന്നെ വിനീതിന്റെ പോലീസ് ബുദ്ധിക്ക് അവളുടെ ദാമ്പത്യം അത്ര സുഖമല്ലെന്ന് മനസ്സിലായി. അവളുടെ രൂപം അത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു.
താൻ അവസാനമായി കാണുമ്പോൾ ആവണിയുടെ രൂപം ഇതായിരുന്നില്ല. അവളറിയുന്ന അവനല്ലാതെ വേറെ ആർക്കും മനസ്സിലാവും അവളിലെ മാറ്റങ്ങൾ. കുറച്ച് നിമിഷങ്ങൾ രണ്ടുപേരും മൗനമായി നിന്നു. ആവണി, നിനക്ക് സുഖമല്ലേ? വിനീതേട്ടന് സുഖമല്ലേ? എന്തൊക്കെയോ ഓർമ്മകളിൽ മുഴുകി രണ്ടുപേരും ഒരുമിച്ചാണ് ആ ചോദ്യം ചോദിച്ചത്. പക്ഷെ അതിന് ഉത്തരം പറയാൻ കഴിയാതെ രണ്ടുപേരും ഒരുമിച്ച് തലതാഴ്ത്തുകയും ചെയ്തു. എന്നാ പോട്ടെ വിനീതേട്ടാ, ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. വാച്ചിൽ നോക്കി അവൾ ധൃതി പിടിച്ച് പറഞ്ഞപ്പോൾ വിനീത് തലയാട്ടി. എന്തോ സങ്കടം ഉള്ളിൽ നിറയുന്നു. ചുണ്ടുകൾക്ക് അടിച്ചു പിടിച്ച് വിനീതിനും തിരിഞ്ഞുപോലും നോക്കാതെ ബസ് സ്റ്റോപ്പിലേക്ക് ഓടിയെന്ന പോലെ പോയി. ആൾ പോകുന്ന നോക്കി നനങ്ങാൻ പോലും പറ്റാതെ അവനും നിന്നു. പാടില്ല, ഒരിക്കലും പാടില്ല. അവൾ ഇന്ന് മറ്റൊരു തന്റെ ഭാര്യയാണ്. എങ്ങോട്ടേക്കോ അലഞ്ഞുടങ്ങിയ മനസ്സിനെ വിനീത് എങ്ങനെയൊക്കെയോ പിടിച്ചു വെച്ചു. കണ്ണിൽ നനവൂറുന്നുണ്ട്. പിന്നെ അവിടെ അധികം നിൽക്കാതെ അവൻ വേഗം തന്നെ വണ്ടിയിലേക്ക് കയറി സ്റ്റേഷനിലേക്ക് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.